എല്ലാവർക്കും സാദര പ്രണാമം. നാളെ കർക്കിടക മാസം 19-ാം തീയതി ശനിയാഴ്ച കർക്കിടക വാവ് ബലി. നമുക്കറിയാം, ഗൃഹസ്ഥാശ്രമികളായ മനുഷ്യർക്ക് പഞ്ചമഹായജ്ഞങ്ങൾ അനുഷ്ഠിക്കണം എന്നത് നിർബന്ധമായ കാര്യമാണ്. ദേവയജ്ഞം, പിതൃയജ്ഞം, ഋഷിയജ്ഞം അല്ലെങ്കിൽ ബ്രഹ്മയജ്ഞം, നൃയജ്ഞം അല്ലെങ്കിൽ മനുഷ്യയജ്ഞം, ഭൂതയജ്ഞം, ഇങ്ങനെയാണ് പഞ്ചമഹായജ്ഞങ്ങൾ. അതിൽ രണ്ടാമത് പറഞ്ഞ പിതൃയജ്ഞം നമ്മൾ ശ്രദ്ധാപൂർവം തന്നെ ചെയ്യേണ്ട ഒരു കർമ്മമാണ്. ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതായതുകൊണ്ട് തന്നെയാണ് അതിനെ ശ്രാദ്ധം എന്ന് പറയുന്നതും. ഓരോ വർഷവും പിതൃക്കൾക്ക് ശ്രാദ്ധം ഊട്ടുക അല്ലെങ്കിൽ പിതൃബലി നടത്തുക, അതുമാത്രമല്ല പിതൃയജ്ഞം. മറിച്ച് ദിവസവും പിതൃക്കൾക്ക് നടത്തുന്ന തർപ്പണം, അതുപോലെ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും അപ്പൂപ്പനെയും അമ്മൂമ്മയും ഒക്കെ സംരക്ഷിക്കുന്നതും അവരുടെ വാക്കുകൾക്ക് വില കൊടുക്കുന്നതും അവരെ അനുസരിക്കുന്നതും ഒക്കെ പിതൃയജ്ഞത്തിൽ വരും. പിതൃയജ്ഞം നേരെ ചൊവ്വേ അനുഷ്ഠിച്ചിരുന്നുവെങ്കിൽ നമ്മുടെയൊന്നും നാട്ടിൽ വൃദ്ധസദനങ്ങളോ അനാഥാലയങ്ങളോ ഒന്നും അധികം ഉണ്ടാകുമായിരുന്നില്ല. കാരണം എല്ലാവരും അവരവരുടെ അച്ഛനെയും അമ്മയും ഒക്കെ എന്തു ചെയ്യും? സംരക്ഷിക്കും. ഇവിടെ എല്ലാ വർഷവും കർക്കിടക മാസത്തിലെ കറുത്ത വാവിൻ നാളിൽ ബലി ഇടുന്ന സമ്പ്രദായം ഉണ്ട്. അതിനൊരു കാരണം പറയുന്നത്, നമ്മളുടെ ഭൂമിയിലേക്ക് ദൃശ്യമാകുന്ന ചന്ദ്രൻ്റെ അർദ്ധഭാഗം, കാരണം ഒരു പകുതി ഭാഗം മാത്രമേ നമ്മൾ ഭൂമിയിലേക്ക് കാണുന്നുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 27 ദിവസം കൊണ്ട് ഭ്രമണവും 27 ദിവസം തന്നെയാണ് പരിക്രമണത്തിനും എടുക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഒരു വശം മാത്രമേ നമ്മൾ ഭൂമിയിലേക്ക് കാണുന്നുള്ളൂ. മറുവശം പിതൃലോകം എന്നാണ് സങ്കല്പം. അതിൻ്റെ മറുവശത്ത് സൂര്യപ്രകാശം പൂർണ്ണമായി ലഭിക്കുന്ന ദിവസമാണ് അമാവാസി. അപ്പോൾ അമാവാസി ദിവസം പിതൃക്കളെല്ലാം ഉണർന്നിരിക്കുന്നു എന്ന് സങ്കല്പം. ഇനി കർക്കിടക മാസത്തിലെ അമാവാസി എത്തുമ്പോൾ അതിന് വലിയ പ്രാധാന്യം വരാൻ കാരണം, സൂര്യൻ പരമാവധി വടക്ക് ഉത്തരായനത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന സമയം കൂടിയാണത്. ഉത്തരായനത്തിൻ്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിൽ നിൽക്കുന്ന സമയമായതുകൊണ്ട് ദേവന്മാരും ഉണർന്നിരിക്കും. യഥാർത്ഥത്തിൽ കർക്കിടകം 1 ദക്ഷിണായനം ആരംഭിച്ചു. അതായത് കർക്കിടകം 1 മുതൽ സൂര്യൻ തെക്കേ ദിക്കിലേക്ക് സഞ്ചരിക്കാൻ അയനത്തിനുള്ള തയ്യാറെടുപ്പിലാണ്, അല്ലെങ്കിൽ ദക്ഷിണായനത്തിലാണ് സൂര്യൻ. അപ്പോൾ ആകെയുള്ള 12 അമാവാസികളിൽ സൂര്യൻ പരമാവധി വടക്ക് നിൽക്കുന്ന സമയമെന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ അമാവാസിയാണ്. അപ്പോൾ ആ സമയത്ത് ദേവന്മാരും ഉണർന്നിരിക്കും. അപ്പോൾ ദേവന്മാരും പിതൃക്കളും ഒരുപോലെ പൂർണ്ണമായി ഉണർന്നിരിക്കുന്ന ഒരു ദിവസമാണ് കർക്കിടക മാസത്തിലെ അമാവാസി. അതുകൊണ്ട് അന്ന് ശ്രാദ്ധത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. മറ്റെല്ലാ അമാവാസികൾക്കും പ്രാധാന്യമുണ്ട്, ഇതൊന്നുകൂടി പ്രാധാന്യമുണ്ട്. അപ്പോൾ നമ്മുടെ പൂർവികരെ, മരിച്ചുപോയവരെ, അവരുടെ ആത്മാക്കൾക്ക് ബലിയിടുന്ന അല്ലെങ്കിൽ അവരെ അനുസ്മരിക്കുന്ന, അത് അച്ഛനും അമ്മയും മാത്രമല്ല, നമ്മുടെ പൂർവികരായിട്ടുള്ള അഖില പിതൃക്കളെയും സ്മരിച്ചുകൊണ്ടാണ് അമാവാസിക്ക് ബലിയിടുന്നത്. അപ്പം നമ്മുടെയൊക്കെ അച്ഛനും അമ്മയൊക്കെ മരിച്ചതിൻ്റെ ശ്രാദ്ധമെന്ന് പറയുന്നത് അവർ മരിച്ച മലയാള മാസവും അതിൻ്റെ നക്ഷത്രവും, മരിച്ച നക്ഷത്രവും ആണ് പൊതുവേ കേരളത്തിൽ നമ്മൾ സ്വീകരിക്കാറുള്ളത്. തിഥിയും സ്വീകരിക്കാൻ കുഴപ്പമൊന്നുമില്ല. അത് വാർഷിക ബലി ഇടണം. മക്കൾ ജീവിച്ചിരിക്കുന്നത് വരെയും അച്ഛൻ്റെയും അമ്മയുടെയും ബലിയിടണം. എന്നാൽ കർക്കിടക മാസത്തിലിടുന്ന ബലി അഖില പിതൃക്കൾക്കായിട്ടാണ്. ഇപ്രാവശ്യം പൊതുവേ ഒരു സംശയം ഉണ്ടായിട്ടുണ്ട്.
ഇപ്രാവശ്യത്തെ ബലിയിടേണ്ടത് കർക്കടകം 19-ാം തീയതി ശനിയാഴ്ചയാണോ കർക്കടകം 20-ാം തീയതി ഞായറാഴ്ചയാണോ എന്നുള്ളത്. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പിറന്നാളിന് നക്ഷത്രമാണ് നമ്മൾ സ്വീകരിക്കുന്നതെങ്കിൽ, അതല്ല തിഥിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ, അതിൻ്റെ അവസാന ഭാഗം, പ്രത്യേകിച്ച് നമ്മൾ പകലിനെ 5ആയി തരംതിരിച്ചാൽ, പ്രാന്നം, പൂർവാന്നം, മധ്യാഹ്നം, അപരാഹ്നം, സായാഹ്നം എന്നിങ്ങനെ തരംതിരിച്ചാൽ അതിൽ പൂർവാന്നത്തിൽ നക്ഷത്രം അല്ലെങ്കിൽ തിഥിയുള്ള സമയമാണ് നമ്മൾ പിറന്നാളിനെടുക്കുന്നത്. എന്നാൽ ശ്രാദ്ധത്തിനെടുക്കുന്നത് അപരാഹ്നത്തിൽ നക്ഷത്രമോ തിഥിയോ ആദ്യമായി വരുന്ന സമയം എപ്പോഴാണോ ആ ദിവസമാണ് എടുക്കേണ്ടത്. ഇവിടെ നമുക്കറിയാം, ഈ വർഷം അമാവാസി ആരംഭിക്കുന്നത് ആഗസ്റ്റ് 3, അതായത് 1199 കർക്കടക മാസം 19-ാം തീയതി ശനിയാഴ്ച വൈകിട്ട് 3:50 മുതലാണ് അമാവാസി ആരംഭിക്കുന്നത്. പിറ്റേന്ന് ആഗസ്റ്റ് 4-ാം തീയതി വൈകിട്ട് 4:40 വരെ അമാവാസിയുണ്ട്. ഇനി നോക്കണം, ആഗസ്റ്റ് 3-ാം തീയതി ഈ പറയുന്ന 5 അന്നങ്ങൾ എങ്ങനെയാണ് വരുന്നത്. അതിൽ അന്നത്തെ ദിനമാനം എന്ന് പറയുന്നത്, അന്ന് സൂര്യോദയം 6:18 ഇപ്പം നമ്മുടെ കൊല്ലം ജില്ലയിൽ അല്പം വ്യത്യാസം ഉണ്ടാവും. എറണാകുളവും തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ വരുമ്പോൾ 1-2 മിനിറ്റിൻ്റെയൊക്കെ വ്യത്യാസമേ വരത്തുള്ളൂ. അതുപോലെ അസ്തമയം 6:40. എന്തായാലും ദിനമാനം കറക്റ്റ് ആയിരിക്കും. കാരണം ഇവിടെ 1-2 മിനിറ്റ് താമസിച്ച് ആണ് സൂര്യൻ ഉദിക്കുന്നതെങ്കിൽ 1-2 മിനിറ്റ് താമസിച്ചായിരിക്കും അസ്തമിക്കുന്നത്. ദിനമാനം 12 മണിക്കൂർ 22 മിനിറ്റാണ് ആഗസ്റ്റ് 3-ാം തീയതി ഉള്ളത്. അതിനെ നമ്മൾ 5ആയിട്ട് ഭാഗിച്ചാൽ 2 മണിക്കൂർ 28 മിനിറ്റ് 24 സെക്കൻഡ് വീതമാണ് ഓരോ അന്നങ്ങളും വരുന്നത്. അപ്പം അതിൽ പ്രാന്നം വരുന്നത് രാവിലെ 6:18 മുതൽ 8:46 24 സെക്കൻഡ് വരെയാണ്. പൂർവാന്നം വരുന്നത് 11 മണി 14 മിനിറ്റ് 48 സെക്കൻഡ് വരെയാണ്. അതിനുശേഷം മധ്യാഹ്നമാണ്. അത് 1 മണി 43 മിനിറ്റ് 12 സെക്കൻഡ് വരെ വരും. അതിനുശേഷം വരുന്ന അപരാഹ്നം 4 മണി 11 മിനിറ്റ് 36 സെക്കൻഡ് വരെയുണ്ട്. അപ്പോൾ അപരാഹ്നം 4 മണി 11 മിനിറ്റ് 36 സെക്കൻഡ് വരെയുണ്ട് ആഗസ്റ്റ് 3-ാം തീയതി. നമ്മുടെ അമാവാസി എപ്പോഴാണ് ആരംഭിക്കുന്നത്? വൈകിട്ട് 3:50 ആരംഭിക്കും. അപ്പോൾ അമാവാസി ആരംഭിച്ചിരിക്കുന്നത് അപരാഹ്നത്തിലാണ്. ആദ്യം ഭാഗം തന്നെ നമ്മൾ തിഥിയുടെയോ നക്ഷത്രത്തിൻ്റെയോ എടുക്കണം ശ്രാദ്ധത്തിന്. അപ്പോൾ ആ തിഥി, അതായത് അമാവാസി തിഥി, അതിൻ്റെ ആദ്യ ഭാഗം നമ്മുടെ അപരാഹ്നത്തിൽ വരുന്നത് ആഗസ്റ്റ് 3-ാം തീയതിയാണ്. നമുക്ക് അന്നേ ദിവസം പിതൃബലി നടത്താം. അത് അന്ന് വൈകുന്നേരം നടത്തണമെന്നില്ല, ഈ അമാവാസി ആരംഭിക്കണമെന്നില്ല. മറിച്ച് അമാവാസി ഈ പറയുന്ന അപരാഹ്നത്തിൽ ആദ്യമായി തട്ടുന്ന ദിവസം രാവിലെ മുതൽ വേണമെങ്കിൽ ബലിയിടാം, വൈകിട്ടും ബലിയിടാം, ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ രാവിലെ ബലികർമ്മങ്ങൾ നടത്തിയതിന് ശേഷം മാത്രമേ, അല്ലെങ്കിൽ ശ്രാദ്ധം നടത്തിയതിന് ശേഷം മാത്രമേ വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. തലേ ദിവസം തന്നെ ഒരിക്കൽ, ഇപ്പം ഇന്ന് ഒരിക്കലായിരിക്കണം നാളെ ബലിയിടുന്നുണ്ടെങ്കിൽ, ഒരു നേരം മാത്രമേ ഇന്ന് അരിയാഹാരം കഴിക്കാൻ പാടുള്ളൂ. പൂർണ്ണ വ്രതാനുഷ്ഠാനം ഉണ്ടായിരിക്കണം. അതുപോലെ നാളെയും മറ്റേനാളും അങ്ങനെ തന്നെ ആയിരിക്കണം. ബലിയുടെ പിറ്റേ ദിവസവും അതുണ്ടാവണം. അപ്പോൾ നാളെ ബലി നടത്തിയതിന് ശേഷം മാത്രമേ വെള്ളം കുടിക്കാൻ പാടുള്ളൂ. അതും സൂര്യോദയം നാളെ 6:18. സൂര്യോദയം മുതലേ നാളത്തെ ദിവസം ആരംഭിക്കത്തുള്ളൂ. അല്ലാതെ ഇന്ന് രാത്രി 12 മണി മുതൽ നാളത്തെ ദിവസം ആരംഭിക്കില്ല. ജ്യോതിഷം അനുസരിച്ച് നാളെ രാവിലെ സൂര്യോദയത്തിന് ശേഷം. അപ്പോൾ 6:18 മുതലാണ് ബലിയിടാൻ ഏറ്റവും നല്ല സമയം, സൂര്യോദയം മുതൽ. കാരണം സൂര്യോദയം ആകുമ്പോഴേ നാളത്തെ ദിവസം ആരംഭിക്കുന്നുള്ളൂ. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തുകൊണ്ട് രാവിലെ അങ്ങ് ബലിയിടുന്നു വെളുപ്പാങ്കാലത്തെയൊക്കെ? അത് കഴിഞ്ഞിട്ടല്ലേ നമുക്കൊരു ചായയോ വെള്ളമോ കുടിക്കാൻ പറ്റൂ. അതുകൊണ്ട് രാവിലെ ചെയ്യും. ഇനി വൈകിട്ട് 3:50 ബലിയിട്ടാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത്രയും സമയം നമ്മൾ എന്ത് ചെയ്യരുത്? ആഹാരം കഴിക്കാൻ പാടില്ല, വെള്ളം കുടിക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിവതും രാവിലെ തന്നെ ബലിയിടുന്നത്. അത് അന്ന് ചതുർദശിയാണ്.
അമാവാസിക്കല്ലേ ബലിയിടേണ്ടത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇപ്പോൾ 6 നാഴികയ്ക്ക് ഒരു ദിവസം ഒരു നക്ഷത്രമുണ്ട്, നമ്മുടെ പിറന്നാൾ വരുന്നു, അന്ന് നമ്മുടെ വീട്ടിൽ ഗണപതി ഹോമവും ഭഗവത് സേവയും നടത്തുന്നു എന്നിരിക്കട്ടെ. രാവിലെ ഏകദേശം 8:30-9 മണിയോടുകൂടി ആ നക്ഷത്രം തീരും. ഗണപതി ഹോമം ചിലപ്പോൾ ആ സമയത്ത് നടക്കും. പക്ഷേ വൈകിട്ടത്തെ ഭഗവത് സേവയോ, അപ്പോൾ നമ്മളുടെ നക്ഷത്രം അശ്വതിയാണെങ്കിൽ ഭരണിയുടെ സമയത്തായിരിക്കും ഭഗവത് സേവ നടക്കുന്നത്. പക്ഷേ ആ ദിനത്തിൽ അത് ചെയ്യുക എന്നുള്ളതാണ്, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആ നാളിൽ തന്നെ ചെയ്യണമെങ്കിൽ തലേന്ന് ഭഗവത് സേവയും പിറ്റേന്ന് ഗണപതി ഹോമം നടത്തുക ആ രീതിയല്ല. അതുകൊണ്ട് ആഗസ്റ്റ് 3-ാം തീയതി തന്നെയാണ് ബലിയിടേണ്ടത്. സൂര്യോദയത്തിന് ശേഷം, ആ ദിവസം ആരംഭിച്ചതിന് ശേഷം ബലിയിടാവുന്നതാണ്. 6:18 മുതൽ നമുക്ക് തീർച്ചയായിട്ടും ബലിയിടാം. അതിന് മുമ്പ് ചെയ്താൽ ഇന്നേ ദിവസമായി പോകും അത്. കാരണം 6:17 വരെയും പിന്നെ ഈ പറയുന്ന വെള്ളിയാഴ്ച ദിവസമാണ്. ശനിയാഴ്ച ആരംഭിക്കുന്നത് 6:18 ആരംഭിക്കത്തുള്ളൂ. അപ്പോൾ സൂര്യോദയം മുതൽ നമുക്ക് ബലികർമാദികൾ നടത്താവുന്നതാണ്. അതിൽ യാതൊരു കുഴപ്പവുമില്ല. അതിനുശേഷം നമ്മളുടെ യുക്തം പോലെ ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ വെള്ളം പോലും കുടിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇന്ന് ഒരിക്കലൂണ് മാത്രമായിരിക്കണം. നാളെ ബലി ശേഷം കൊള്ളുക, അല്ലെങ്കിൽ ബലിച്ചോറും കാര്യങ്ങളും ഒക്കെയാണ് നാളെ കഴിക്കേണ്ടത്. മറ്റേനാളും ആ വ്രതം തുടരുക തന്നെ വേണം. ഈ കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയങ്ങളും വേണ്ട. ആഗസ്റ്റ് 3-ാം തീയതി 1199 കർക്കടകം 19 ശനിയാഴ്ച തന്നെയാണ് പിതൃബലി നടത്തേണ്ടത്. നമസ്തേ.